ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അങ്ങനെ ഞങ്ങളും തുടങ്ങി ഞങ്ങളുടെ ചെറിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡായിട്ട് ഞങ്ങളുടെ ചെറിയൊരു യാത്ര ഒരു വ്ളോഗിങ്ങായി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ തുടങ്ങിയാലോ? ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അങ്ങ് ദൂരെ റാസൽ കൈമയിലേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത്. രാവിലെ 9 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി. പോകുന്ന വഴിക്ക് ഒരാളിങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുകയാണ്. അവിടെ കൂടെ നിന്നൊരു ചെറിയ ഫോട്ടോ എടുക്കാനുള്ള ശ്രമം നടത്തിയതായിരുന്നു. പക്ഷേ പുള്ളിക്കാരി അത്ര നല്ല മൂഡിലല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ 10:10 റോ ഹോട്ടൽ റീച്ചായി. വാലറ്റ് പാർക്കിംഗ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ സെക്യൂരിറ്റിയുടെ കയ്യിൽ കാർ കൊടുത്തിട്ട് ഞങ്ങൾ റിസപ്ഷനിലേക്ക് ചെന്നു. ചെക്കിനൊക്കെ വളരെ സ്മൂത്തായിട്ട് നടന്നു. അവിടുത്തെ സ്റ്റാഫിൻ്റെ ബിഹേവിയർ സ്റ്റൈലാണെങ്കിലും ഹോസ്പിറ്റാലിറ്റി ആണെങ്കിലും എല്ലാം വളരെ നീറ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ ഹൈ ഫ്ലോർ സീ വ്യൂയോട് കൂടിയ നല്ല അടിപൊളി റൂമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. 9th ഫ്ലോറിലായിരുന്നു. റൂമൊക്കെ വളരെ സ്പേഷ്യസ് ആയിരുന്നു. ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ അത് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ കണ്ടു നോക്ക്. ആ സീ വ്യൂയോട് കൂടിയുള്ള റൂം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ റൂമിൽ സ്പെൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ താഴേക്ക് പോയി. ഹോട്ടലിൽ വന്നാൽ മാത്രം പോരല്ലോ, അവരുടെ പ്രോപ്പർട്ടിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണ്ടേ. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡാക്കി കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് റിലാക്സായി ഇരുന്നിട്ട് അവിടെ അങ്ങനെ കുറച്ച് ഇൻഡോർ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. ബേബി ഫുഡ്, ക്യാരംസ്, പിന്നെ ചെറിയ ബാഡ്മിൻ്റൺ. കുറച്ച് നേരം അങ്ങനെ അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വന്നു. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ആക്കി പൂളിലേക്ക് ചാടാനുള്ള പരിപാടിയായിരുന്നു. ഞങ്ങൾ തിരിച്ച് വന്നിട്ട് കുറച്ച് നേരം ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. ഇതായി പുള്ളിക്കാരി കണ്ടു. പുള്ളിക്കാരി ഞാനും കൂടെ ഒന്ന് കമ്പനിയായി. കുറച്ച് നേരം ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ബീച്ചിലേക്കൊക്കെ പോയി. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ട് മസ്റ്റാണല്ലോ. അങ്ങനെ അവിടെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് തിരിച്ച് റൂമിലേക്ക് തന്നെ വന്നു. അങ്ങനെ ഹസ്ബൻഡും മോനും ഡ്രസ്സ് ചേഞ്ച് ആക്കി. എൻ്റെ ഭാഗ്യക്കേടെന്ന് പറയട്ടെ, ഞാൻ പൂളിലേക്ക് ചാടാനുള്ള ഒരു ഡ്രസ്സും എൻ്റെ കയ്യിൽ വെച്ചിട്ടില്ലായിരുന്നു. അവർക്ക് അതിന് പ്രത്യേക തരത്തിലുള്ള ഡ്രസ് കോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോട്ടൺ ഡ്രസ്സ് ഇട്ട് അവർ പൂളിൽ ഇറക്കില്ലായിരുന്നു. അങ്ങനെ എൻ്റെ കയ്യിൽ കോട്ടൺ ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഡ്രസ്സും കോട്ടൺ ആണെന്ന് പറഞ്ഞ് അവരത് റിമൂവ് ആക്കിച്ചു ഗൈസ്. അങ്ങനെ അവരവിടെ സ്വിമ്മിങ് കോമ്പറ്റീഷനൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ ടൈം, ഏകദേശം ഒരു 1-2 മണിക്കൂർ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. വളരെ നൈസായിട്ടുള്ളൊരു ആംബിയൻസ് ആയിരുന്നു റോവൽ മർജാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരൻ ഭയങ്കര വൈബാക്കി ആ ഹോൾ സ്വിമ്മിംഗ് പൂളിലുള്ള ആൾക്കാരുടെ അറ്റൻഷൻ പുള്ളിക്കാരനിൽ അങ്ങനെ ആക്കി. ഒരുപാട് നൈസ് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വന്നു. അങ്ങനെ ഡേ 2 ആയി. ഇന്നലെ രാത്രിയിൽ കഴിച്ച ഡിന്നറിൻ്റെയും ആ റെസ്റ്റോറൻറ്റിൻ്റെ കംപ്ലീറ്റ് വൈബും ഒക്കെ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി ഗൈസ്. അതുകൊണ്ട് തന്നെ രാവിലെ എല്ലാവരും ഉണരുന്നതിന് ഞങ്ങൾ താഴേക്ക് വന്ന് ബീച്ചിലേക്ക് ഇറങ്ങാനാണ് പ്ലാൻ. സൺറൈസ് കാണാൻ വേണ്ടി എഴുന്നേക്കാൻ നിന്നായിരുന്നു. പക്ഷെ കുറച്ച് ലേറ്റായിപ്പോയി. പക്ഷെ ഞങ്ങളെക്കാട്ടിലും ലേറ്റായിട്ടാണ് ആ ഹോട്ടൽസിൽ സ്റ്റേക്കേഷൻ വന്ന ഒരു 90% ആൾക്കാരാണ് വന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. കംപ്ലീറ്റ് ഏരിയ എംറ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് സ്ഥലങ്ങൾ നല്ല എംറ്റി ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് നേരം എല്ലാവരും വന്നാൽ ചുരുക്കം പറഞ്ഞാൽ നല്ല നട്ട വെയിൽ തലയിൽ കൊണ്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കയറി റൂമിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ആ പ്ലേ ഏരിയയിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഞാനും ഇക്കായും കൂടെ ഗെയിം കളിക്കുമ്പോൾ ഞാൻ കുറച്ച് ഷോ ഓഫിനായിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തു. ആക്ച്വലി ദ ബേബി ഫുഡ് വാസ് റിയലി ഇൻട്രസ്റ്റിംഗ്.
ഞാനും കുറച്ച് നേരം അയാളുടെ കൂടെ കളിച്ച് നോക്കി. പക്ഷേ ഇറ്റ് വാസ് ടഫ് ഓൾസോ. നമുക്ക് പറഞ്ഞിട്ടുള്ള പണിയൊക്കെ ഈ ഫോട്ടോസ് എടുക്കലും വീഡിയോ ഒക്കെ ഉള്ളൂ. കുറച്ച് നേരം അവൻ്റെ കൂടെ കളിച്ചിട്ട് ഞാൻ തോൽവി സമ്മതിച്ച് പിന്മാറി ഗൈസ്. ദെൻ ആഫ്റ്റർ ലഞ്ച് കൂർക്കം വലിച്ചുള്ള ഉറക്കത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ബീച്ചിലേക്ക്. പൂളിൽ അറുമാദിക്കാൻ പറ്റാത്തതിൻ്റെ എല്ലാ പരാതികളും ചേർത്ത് ബീച്ചിൽ കിടന്ന് ഷോ ഓഫ് കാണിക്കുന്നതാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. UAയിൽ കറൻ്റ്ലി സമ്മർ സ്റ്റാർട്ടായതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് കുറച്ച് ചൂടൊക്കെ ആയിരുന്നെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഞങ്ങൾ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്തു ഗൈസ്. ഇറ്റ് വാസ് ആൻ അമേസിങ് എക്സ്പീരിയൻസ് വി ഹാഡ് ഇൻ അൽ മർജാൻ. എൻ്റെ അഭിപ്രായത്തിൽ UAയിലുള്ള അറ്റ്ലീസ്റ്റ് മലയാളി ഫാമിലീസ് ഒരു തവണയെങ്കിലും ഈ അൽ മർജാൻ ഐലൻഡ് റാസൽ ഖൈമയിലുള്ള റോവ് ഹോട്ടൽസിൽ ഒരു തവണ ഒന്ന് വരണം. അവരുടെ ആ ഹോസ്പിറ്റാലിറ്റി, ആ ആംബിയൻസ്, അതൊക്കെ ഒരു തവണ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതുണ്ട്. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും വളരെ നല്ലൊരു സ്റ്റേ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത റോവ് അൽ മർജാനും അവരുടെ ടീമിനുള്ള നന്ദി പ്രകാശനം കൂടി ഞാൻ ഈ സമയത്ത് പ്രകടിപ്പിക്കുകയാണ് ഗൈസ്. അങ്ങനെ മനോഹരമായ 36 മണിക്കൂറുകൾക്ക് ശേഷം രാത്രി ഒരു 8 മണിയോടെ ഞങ്ങൾ റോവ് ഹോട്ടൽസിന് ടാറ്റാ ബൈ ബൈ സീ യു പറഞ്ഞ് തിരിച്ച് യാത്രയായി. ആൻഡ് ഗുഡ് നൈറ്റ്.